അപ്പോൾ ഇന്നൊരു വാട്ട 2 ഡേ നോക്കിയാലേ 2 ദിവസത്തെ വീഡിയോ ഉണ്ട്. ഒരു ദിവസത്തെ ആയാലും ഒന്നും കാണിക്കാനുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇത് വ്യാഴാഴ്ച അല്ലേ, നമ്മൾ വ്യാഴാഴ്ചയാണ് കാര്യമായിട്ട് എന്തെങ്കിലും തിന്നണത്. രാവിലെ എണീക്കാനായിട്ട് തല പൊന്തിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് രാവിലെ തൊട്ടൊരു സുഖം ഉണ്ടായില്ല. അതിൻ്റെ കൂടെ ഒരു ഞാൻ വഴിയേ പറയാം. രാവിലെ തന്നെ ഞാനൊരു മാഗി മേടിച്ച് കഴിച്ചു. ഞാൻ മേടിച്ചല്ല, അതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ മേടിച്ചാണ്, എനിക്ക് തന്നതാണ്. കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് ഈ റൊട്ടി മുട്ടക്കറി. ഇന്ന് സ്പീഡിൽ പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കാണിക്കാത്തത് എനിക്ക് ഒരു മെൻ്റലി ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് രാത്രിയാണെന്ന് ഗ്രാൻഡ് ആക്കിയത് ഞാൻ. അപ്പോൾ രാത്രി മാത്രം, വ്യാഴാഴ്ച രാത്രി പിന്നെ വെള്ളിയാഴ്ച ചിലപ്പോൾ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുമെന്നല്ലാണ്ട് ബാക്കിയൊക്കെ സാധാ ഫുഡൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാവിലെ എണീറ്റ്, അതായത് ഇന്ന് എൻ്റെ ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് ക്ലീനിങ് തുടങ്ങാനുള്ള ഉദ്ദേശമായി. എന്നുവെച്ചാൽ ഞങ്ങൾ ഡെയിലി അല്ല ആഴ്ചയിൽ ഓരോരുത്തരായിട്ട് ക്ലീൻ ചെയ്യും. ഡെയിലി അടിച്ച് വാരലുണ്ടാവുള്ളൂ മറ്റേ ബ്രഷ് കൊണ്ട്. ഇന്ന് തുടക്കലും അടിക്കലും ഒക്കെ ഒരാൾ, അത് ഞാൻ മാത്രമാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് അവർ റൂമിൻ്റെ പുറത്തെന്തോ പണിയിലായിരുന്നു. അതുകൊണ്ട് എനിക്കിന്ന് അവരൊന്നും എടുക്കാണ്ട് കിട്ടി. എന്ന് വെച്ചാൽ അവരോട് പെർമിഷൻ ഇല്ലാണ്ട് അവർ പെട്ടെന്ന് ശരിയാ. ആദ്യം ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ, ലാപ്ടോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് കട്ടിലിൻ്റെ മേലേക്ക് വെച്ച്. എൻ്റെ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ മൊത്തം മുടിയാണ്. എൻ്റെ മുടി, തലയിലത്തെ മുടി, കാലുമത്തെ രോമം ഒക്കെ അതുമുണ്ട്. ഞാനൊരു കരടി പോലത്തെ രോമമാണ് എനിക്ക് കാലുമലും കൈമലും ഒക്കെ. അപ്പോൾ അത് മൊത്തം ഉണ്ട്. എന്നിട്ട് പിന്നെ അതൊക്കെ അടിച്ച് വാരി എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ തുടക്കലാണ്. അത് ഞങ്ങൾ കാര്യമായിട്ട് അതിന് പറ്റിയിട്ടുള്ള ബ്രഷൊന്നുമില്ല. ഒരു തുണി അതുമ്മ കൂടെ തന്നെ ഇട്ട് നനച്ചിട്ട് എന്നിട്ട് രണ്ട് ഭാഗം 3 കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട്. പിന്നെ സെക്കൻഡ് റൗണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ട്, അല്ല അമ്മ പറഞ്ഞിട്ടില്ല, അമ്മ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഒരു വട്ടം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വട്ടവും ഒന്നും കൂടെ തുണിയൊക്കെ നനച്ചുകൊണ്ട് വന്ന് രണ്ടാമത്തെ വട്ടവും തുടക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് എനിക്കും ഇപ്പോൾ ഒരു വട്ടം തുടച്ച് കഴിഞ്ഞാൽ ഒരു തൃപ്തി ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നല്ല ചൂടാണ്. അയ്യോ കിതച്ച് ഇപ്പം മേലനങ്ങളിലെല്ലാം അങ്ങനെ. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പോയപ്പോൾ ആ ജഗ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അത് മാറ്റി വെക്കേണ്ടി വന്നു. എന്നിട്ട് അത് മാറ്റി വെച്ച് ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത്, എന്തിനാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായി എൻ്റെ കെറ്റിലൊക്കെ ഞാൻ യൂസ് ആക്കാണ്ട് വെച്ചിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ചായ കുടിക്കുന്ന ടൈമല്ല. ഞാൻ ചൂടാക്കി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നൊരു ചായ വെച്ച് കുടിക്കാൻ വെച്ച് ടൈം ഉണ്ടല്ലോ നമുക്കിന്ന്. ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ സ്റ്റോക്കാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ ഞാനെന്തിന് വെറുതെ ഒരു ദർഹവും കൊടുത്ത് പോയി ചായയും കുടിച്ച് എൻ്റെ പൈസ കളയണത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഞാൻ ഇങ്ങനെ ഇത് കഴിഞ്ഞ് വെറുതെ ഇരിക്കണം. അപ്പോൾ പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് ഞാൻ പിന്നെ ഇന്നലെ ഒരു ബിസ്ക്കറ്റും കൂടെ അങ്ങോട്ട് വെച്ച് പടയ്ക്കാന്ന് വെച്ചു. ഞാൻ എൻ്റെ സ്പൂണൊന്നും ഉണ്ടായില്ല കേട്ടോ. സ്പൂണൊക്കെ ഞാൻ അപ്പുറത്തുനിന്ന് മേടിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കൈ കൊണ്ടാണ് ഇടല്ലോ. ഇനി വീഡിയോയിലൊക്കെ കൈ കൊണ്ടിട്ടാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ ജഡ്ജ് ചെയ്താലേ അയ്യെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അപ്പുറത്ത് കിടക്കണ ചേട്ടൻ്റെ ആയിരുന്നു ഒരു സ്പൂൺ മേടിക്കാം. ഞാൻ സ്പൂണൊക്കെ മേടിച്ച് ബിസ്ക്കറ്റും പൊട്ടിച്ചങ്ങോട്ട് തിന്നാന്ന് വെച്ച് ചായ മുക്കിയിട്ട്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലേ. ഓഫീസിൽ ഇത്തിരി ഹാർഡ് ഡേ ആയിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫീസിലത്തെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രിയിലത്തെ ഫുഡ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ബിസ്ക്കറ്റ് സൂപ്പറാണ്, ചായ മാത്രം ഫ്ലോപ്പുള്ളൂ. ഞാനുണ്ടാക്കാനുണ്ടാവും. കുഴപ്പമില്ല. എന്തെങ്കിലും കാര്യം മനസ്സിലായി, ചായ ഉണ്ടാക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിവേ നല്ല വാങ്ങിയ ബിസ്ക്കറ്റാണ്, പിന്നെ തിന്നേ പറ്റും. വിശക്കണമുണ്ട്. ബിസ്ക്കറ്റ് കഴിഞ്ഞു, ചായ കുടി തീർക്കാൻ പറ്റില്ല, കളയാം. ഒരു വകയ്ക്കും കൊള്ളില്ല, സെറ്റാവില്ല. അങ്ങനെ ഞാനൊരു പടം കണ്ട്, മറ്റേ ഫ്യൂരിയസ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ട്. ഫൈറ്റിംഗ് പടമാണ്, ഫുൾ ആക്ഷനാണ്. അതും കണ്ട് തീർന്നപ്പോഴത്തേനും ഫുഡ് വന്ന്. ഞാനൊരു ചില്ലി ചിക്കനും 3 പൊറോട്ടയാണ് പറഞ്ഞത്. ചില്ലി ചിക്കൻ അത്യാവശ്യം വലിയ പോർഷനായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. അപ്പോൾ രാത്രിക്കും വെച്ച് കുറച്ച്, രാത്രി വല്ല കുബൂസും വെച്ചൊരു പിടിക്കുക. ഞാൻ കിടക്കാൻ പോട്ടാ. എന്തായാലും ഇപ്പോൾ കൂടുതലൊന്നുമില്ല. നാളെ രാവിലെ എണീറ്റ് പണിക്ക് വേണം. 5 മണിക്ക് എണീക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ്.